എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും SRS പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീട് പാലാ ഹൈവേയിലെ മെയിൻ ടൗണുകളൊന്നായ പൂവരണി ടൗണിലെ ഹൈവേയിൽ നിന്ന് 500 മീറ്റർ മാത്രമുള്ള ഒരു ഏറ്റവും പുതിയ വീടാണ്. 19 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 1950 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. ഒറ്റ നിലയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന വീട്ടിന് 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ ഹാളുകൾ, കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വലിയൊരു കാർ പോർച്ചാണ് ഈ വീട് നൽകിയിരിക്കുന്നത്. അതുപോലെ വറ്റാത്ത വെള്ളം ലഭിക്കുന്ന കിണറാണ് ഇവിടെ ഉള്ളത്. ഒരിക്കലും വെള്ളപ്പൊക്കം ബാധിക്കുന്ന പ്രദേശമൊന്നുമല്ല. നല്ല ഭംഗിയായിട്ട് പണികഴിപ്പിച്ചിരിക്കുന്ന വീടിന്റെ വിശാലമായ മുറ്റമാണ് കൊടുത്തിരിക്കുന്നത്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. അപ്പൊ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ടാറോട് ഫ്രണ്ടേജ് ചെയ്യുന്ന ഈ ഒരു വീട് ചോദിക്കുന്ന വില 90 ലക്ഷം രൂപ മാത്രമാണ്. ഇതിൽ നെഗോഷ്യബിൾ ആണ്. അപ്പൊ നമുക്ക് വീടിന്റെ വിശദമായ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. കേരളത്തനിമയുള്ള മനോഹരമായി ഡിസൈനിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ഒരു ഒറ്റ നല്ല വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 19 സെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടിന് 4 ബെഡ്റൂമുകളുള്ളത്. നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണിത്. പാലാ ഹൈവേയിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ 2 വശത്തുകൂടിയും റോഡ് കടന്നു പോകുന്നു. വെള്ളപ്പൊക്കം ബാധിക്കാത്തൊരു മേഖലയാണ്. നല്ല മനോഹരമായ കേരളീയ വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു വാസ്തു സ്റ്റൈലിലുള്ള മനോഹരമായ വീടാണിത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം കെട്ടിപ്പണികൾ മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുന്നു. മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ പാകി ഗ്രാസ് പിടിപ്പിച്ചിരിക്കുന്നു. ഒറ്റനില വീടിൻ്റെ മുകൾ ഭാഗത്തെല്ലാം നാച്ചുറൽ ഓട് പതിപ്പിച്ച് കൂടുതൽ ഭംഗി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ല ഫലവൃക്ഷങ്ങളും ചെടികളും എല്ലാം വീടിൻ്റെ സൈഡുകളിലെല്ലാം നട്ടിട്ടുണ്ട്. ഒരു 8-10 കാറുകൾ വന്നാൽ പോലും പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വിശാലമായ മുറ്റമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതൊരു ആംഗിളിൽ നോക്കിയാലും വളരെ ഭംഗിയേറിയ വീടാണ് ഈ കാണുന്നത്. നമ്മുടെ വീടിൻ്റെ 2 സൈഡിൽ കൂടിയും ടാർ റോഡ് കടന്നു പോകുന്നു. കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി പില്ലറുകളെല്ലാം നല്ല ലൈറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയേറിയ രീതിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീതിയേറിയ സ്ലൈഡിംഗ് ഗേറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മുറ്റത്തേക്ക് കിടക്കുമ്പോൾ നാച്ചുറൽ സ്റ്റോൺ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ തിരിച്ചിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്ത് മുറ്റം തിരിച്ചിരിക്കുന്നു. നമുക്ക് ഫലവൃക്ഷങ്ങൾ നടാനോ പച്ചക്കറികൾ നടാനോ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഇഷ്ടംപോലെ ഏരിയയാണ് ഇവിടെ ഉള്ളത്. ഗേറ്റിന് നേരെ മുൻഭാഗത്തായിട്ട് വലിയൊരു കാർ പോർച്ച് നൽകിയിട്ടുണ്ട്. അതൊരു ട്രഡീഷണൽ സ്റ്റൈലിലാണ് നമ്മുടെ കാർ പോർച്ച് പോലും ചെയ്തിരിക്കുന്നത്. വലിയ കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു വലിയ കാർ പോർച്ച് നൽകിയിരിക്കുന്നു. നല്ല വിശാലമായ മുറ്റമാണ്. നമുക്ക് 8-10 കാറുകൾ വന്നാലും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പച്ചക്കറികൾ നടാനൊക്കെ ഉള്ള നല്ലൊരു ഏരിയ കൂടി കൊടുത്തിരിക്കുന്നു. പറ്റാത്ത കിണർ വെള്ളമാണ് ഈ വീടിനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ടെറസിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. അലക്കുകല്ലും ടാപ്പുമൊക്കെ അവർ കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മുടെ കിണർ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. പറ്റാത്ത വെള്ളമാണ് ഇവിടെയുള്ളത്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഡോറ് ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ മുകളിൽ റൂഫിംഗ് ഷീറ്റ് കൂടി കൊടുത്തിരിക്കുന്നു. നമുക്ക് കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം. ഈ ഒരു ഭാഗത്തെ അത്യാവശ്യം പച്ചക്കറികൾ കാണാനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട് എല്ലാം കെട്ടി മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുന്നു. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികളാണ് ഈ വീടിൻ്റെ ജനലുകളും കഥകളും നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡുകളിലെല്ലാം ഇഷ്ടംപോലെ സ്പേസാണ് വന്നിരിക്കുന്നത്. ഇവിടെയെല്ലാം പുൽത്തകടി കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു വിശാലത. ഈ ഒരു സൈഡിലൊക്കെ നല്ല പെബിൾസ് കൊടുത്ത് അവിടെയും ചെടികളൊക്കെ കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ കോമ്പൗണ്ടും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെയിൻറ്റിംഗ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയേറിയ രീതിയിലുള്ള പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും സൈഡുകളൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഇവിടെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അതിവിശാലമായ മുറ്റമാണ് ഈ വീടിനുള്ളത്. പുറം കാഴ്ചയിൽ അതിമനോഹരമാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം. ഈ ഒരു ഭാഗത്തായി ഒരു ചെറിയ ഗേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം മെയിൻ ഡോറിന് നേരെ ഒരു ചെറിയ ഗേറ്റ് കൂടി കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്താണെങ്കിലും പെബിൾസൊക്കെ കൊടുത്ത് ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനലുകളുടെയൊക്കെ ഭാഗത്ത് നല്ല പെയിൻറ്റിങ് ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. തേക്കൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറും ജനലുകളും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ സിറ്റൗട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല വിശാലമായ മുറ്റം, നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ള മനോഹരമായ ഏരിയ. നമ്മളകത്തേക്ക് കിടക്കുമ്പോൾ വിശാലമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കടന്നു വരുന്നത്. ഇവിടെ അകത്ത് കുറച്ച് ഇൻറ്റീരിയർ വർക്കുകൾ കൂടി പൂർത്തിയാകാനുണ്ട്. ബാക്കി പണികളെല്ലാം പൂർത്തിയായി. ഇൻറ്റീരിയർ വർക്കുകളും ക്ലീനിങ്ങുമാണ് ഇനി പെൻഡിങ് ഉള്ളൂ. അതൊരു 1-2 ദിവസം കൊണ്ട് തന്നെ തീരും. ഇപ്പോൾ ലിവിങ് ഏരിയയിൽ തന്നെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ബോക്സുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു. സീലിംഗ് വർക്കുകളും ഫാനുകളും ലൈറ്റുകളും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്.
ഈ ഒരു പാർട്ടീഷനിൽ തന്നെ ഒരു പ്രെയർ യൂണിറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് മത്സരക്കും അവരുടേതായ രൂപങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് നമ്മുടെ മനോഹരമായൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇത് നല്ല വലിപ്പമേറിയൊരു ഹാളാണ്. ഇവിടെയും നല്ല സീലിംഗ് വർക്കുകളും ഫാനുകളും ഫാൻസി ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ഒരു വാഷ് കൗണ്ടർ, ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ്. അതിൻ്റെ അടിവശത്ത് കബോർഡുകൾ കൂടി നൽകിയിരുന്നു. അതുപോലെ തന്നെ ടച്ച് സ്ക്രീനുള്ള വലിയൊരു മിറർ ഇവിടെ കാണാം. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് 4 ബെഡ്റൂമുകളാണുള്ളത്, 3 അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. അതുപോലെ ഈ ഒരു കോമൺ ബാത്റൂം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണിത്. വീടിൻ്റെ മുൻഭാഗത്ത് വരുന്ന വലിയൊരു ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിന് മാത്രമാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തത്. അതിന് നമുക്ക് തൊട്ട് ചേർന്ന് കോമൺ ബാത്റൂമുണ്ട്. ഇവിടെ വലിയൊരു വാർഡ്രോബും അതോടൊപ്പം ഡ്രസ്സിംഗ് ഏരിയ കൂടി നൽകിയിരിക്കുന്നു. ഡ്രസ്സിംഗ് ടേബിൾ കൂടി വലിയൊരു മിററൊക്കെ കൂടി നൽകിയിരിക്കുന്നു. എല്ലാ ബെഡ്റൂമുകളും AC പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിൻ്റെയൊക്കെ വലിപ്പം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 2 ഹാളുകളാണ് നമുക്ക് ഈ വീടിന് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയേറിയ രീതിയിലുള്ള വലിയൊരു കിച്ചണാണ്. ധാരാളം കബോർഡുകൾ ചെയ്തിരിക്കുന്നു. ഒരു മാറ്റ് ഫിനിഷുള്ള ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രശ്നം കൊടുത്തിരിക്കുന്നു. കൂടാതെ നമുക്കൊരു വർക്ക് ഏരിയ കൂടി ഇവിടെയുണ്ട്. ഇവിടെയും നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. പുകയില്ലാത്തൊരു അടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സിങ്ക് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്കുള്ള ഡോറ് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നു. ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ചെറിയൊരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത്. നല്ല വലിപ്പമേറിയ ബാത്റൂമുകളാണ്. ഇവിടെ നല്ലൊരു ഷെൽഫ് കാണാം. ഒരു ക്രോക്കറി ഷെൽഫ്, പുറത്ത് മനോഹരമായ ഷെൽഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് പർഗോള കൂടി കൊടുത്തിരിക്കുന്നു. താഴ്വശത്തെല്ലാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതിലും ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. 4 ബെഡ്റൂമുകളും നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. അതുപോലെ തന്നെ വലിയ അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കൊടുത്തിരിക്കുന്നു. 3 അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഒരു കോമൺ ടോയ്ലറ്റുമായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നല്ല സൗകര്യപ്രദമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. ആരാധനാലയങ്ങളിലൊക്കെ പെട്ടെന്ന് എത്താവുന്ന പോലെയുള്ള നല്ലൊരു ഏരിയയാണിത്. ഹൈവേയിൽ നിന്ന് അല്പം മാത്രമാകുന്നു, ഒരു ഏകദേശം 500 മീറ്റർ മാത്രമാകുന്നുള്ള ഏരിയയിലാണ് വീട് വന്നിരിക്കുന്നത്. ഇതാണ് അടുത്ത ബെഡ്റൂം. പാലാ ടൗണിൽ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. പാലാ പൊൻകുന്ന ഹൈവേയിലെ പൂർണ്ണ ഭാഗത്ത് ഹൈവേയിൽ നിന്ന് 500 മീറ്റർ മാത്രം മാറി 2 സൈഡിലും ടാറോടായിട്ടിരിക്കുന്ന നല്ലൊരു വീടാണിത്. 19 സെന്റ് സ്ഥലമുണ്ട്. 1950 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. ചോദിക്കുന്നത് 90 ലക്ഷം രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെയാണ് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും സ്ഥലമൊക്കെ വന്ന് കണ്ട് ലൊക്കേഷനൊക്കെ ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ടൊക്കെ തരുന്നതാണ്. ലോൺ സൗകര്യങ്ങളും അറേഞ്ച് തരുന്നതാണ്. ഇവിടെയാണ്. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.